നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷബീദ്, ഓരോ ദിവസം കഴിയും തോറും കാര്യം ജനങ്ങൾ കൂടുതൽ അതൃപ്തിയും നിരാശയും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ UDF MLA-മാരെ വലയ്ക്കുന്നതും തളർത്തുന്നതും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എസ്കൻ, ഉറപ്പായിട്ടും ജനങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു വികാരമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ഒരു യുവജന സംഘടനയിലെ കോൺഗ്രസ് നേതാവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു സൈബർ ഗ്രൂപ്പിലടക്കം അവരൊരു മനസ്സറിയാൻ, ആളുകളുടെ മനസ്സറിയാൻ അവിടെ ഒരു പോളക്കടക്കമുള്ള കാര്യങ്ങൾ നടത്തി. പക്ഷേ അവിടെയും വലിയ തരത്തിലുള്ള തർക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഈ രീതിയിൽ വൈകുന്നത് എന്നുള്ളതാണ്. ഇത് KPCC നേതൃത്വത്തിന് വലിയ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഡൽഹിയിലേക്ക് പോയ മുൻ KPCC അധ്യക്ഷന്മാർ, അതേപോലെ തന്നെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. കെ മുരളീധരന്റെ പ്രതികരണം നമുക്ക് രാവിലെ തന്നെ പ്രതീക്ഷിക്കാം. ഈ വിധത്തിൽ ഒരു വലിയ നേട്ടം, ഒരു വലിയ വിജയം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ആര് എന്നതിൽ ജനങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസിനെ വലിച്ചിഴക്കപ്പെട്ടത് വലിയ തരത്തിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കുന്നു എന്നുള്ളതാണ് KPCC നേതൃത്വം പറയുന്ന കാര്യം. ഏതായാലും മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. 3 നേതാക്കൾക്കും വലിയ ആത്മവിശ്വാസമുണ്ട്. ഇന്നലെ ഡൽഹിയിൽ പോയ മുതിർന്ന നേതാക്കളടക്കം കൂടുതൽ പേരും KCക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്നൊക്കെയുള്ള സൂചനകൾ അത് ചില നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ പുറത്തു വരുന്നുണ്ട്. MLA-മാരുടെ കൂടുതൽ പിന്തുണ, MP-മാരുടെ കൂടുതൽ പിന്തുണ, അതേപോലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ അടക്കം KCക്ക് അനുകൂലമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് KC ക്യാമ്പുള്ളത്. അതേസമയം ജനവികാരം അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഉൾക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയിൽ VD സതീശൻ ക്യാമ്പും തുടരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആകട്ടെ ഇക്കാര്യത്തിലെ സമവായ സാധ്യതയിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ സംഭവിച്ചേക്കാമെന്നുള്ള പ്രതീക്ഷ അവരുടെ ക്യാമ്പ് പുലർത്തുന്നുണ്ട്. അങ്ങനെ 3 നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഇക്കാര്യങ്ങൾ തീരുമാനം വരും. അതിനനുസരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് KPCC നേതൃത്വം ആലോചിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.